വെൽക്കം ടു ടെക്നിക്കൽ എജ്യൂസും. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ മാറ്റങ്ങളോടെ 2023, പ്രതീക്ഷയോടെ 2024 അല്ലെ. ഒരു കാലത്ത് PSC-യിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നൊക്കെ അവരെന്ത് ചെയ്യാ, തിരിച്ച് PSC-യെ വിശ്വസിച്ച് തുടങ്ങുവാണ് അല്ലെ. അതായത് PSC-യിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താ വളരെ വളരെ വലുതാണ്. അപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ വന്ന എക്സാമിന്റെ ടൈം ടേബിൾ തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ ചെയർമാൻ സക്കീർ ഹുസൈൻ സാറിൽ നിന്ന് ഇപ്പോഴത്തെ ചെയർമാൻ ബൈജു സാറിലേക്ക് വന്ന ആ ഒരു മാറ്റം തന്നെയാണ് PSC-യിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ മാറ്റത്തിന് കാരണം അല്ലെ. ജനറൽ PSC-യിലാണെങ്കിൽ രണ്ട് ടയർ ആയിട്ട് നടത്തിയ അപ്പൊ ലിംസ് മെയിൻസ് ഒക്കെ ആയിട്ട് നടത്തിയിരുന്ന പരിഷ്കാരങ്ങളൊക്കെ ഇപ്പം വീണ്ടും മാറ്റി LDC ഇന്ത്യ ഒറ്റ ടയറിലേക്ക് മാറ്റി. അതേപോലെ ടെക്നിക്കലിന്റെ കേസിലും അതേപോലെ തന്നെയാണ്. നമ്മൾക്കറിയാം ബൈജു സാറ് എഞ്ചിനീയറിംഗ് കോളേജിൽ HOD ഒക്കെ ആയിട്ട് ഉണ്ടായ ഒരു ആളാണ്. അപ്പോ ഉദ്യോഗാർത്ഥികളുടെ സൈഡിൽ നിന്ന് എന്ത് PSC ഇപ്പം ചിന്തിച്ചു തുടങ്ങിയിരിക്കണം. അതായത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും 2023 കേസിലാണെങ്കിൽ സിവിലിന്റെ കേസിലൊക്കെ പിന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാം നടന്നു. അതിന്റെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പൊ വരലായി അല്ലെ. അപ്പോ സോറി, ഷോർട്ട് ലിസ്റ്റ് വന്നു. KSEB സബ് എഞ്ചിനീയർ സിവിലിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. ഇപ്പൊ മെക്കാനിക്കൽ കേസിലാണെങ്കിലോ AMVയുടെ നോട്ടിഫിക്കേഷൻ വന്നു, അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്തു, അതിന്റെ ഷോർട്ട് ലിസ്റ്റും വന്നു, അതിന്റെ ഇന്റർവ്യൂ ഡേറ്റ് വരെ വന്നിട്ടുണ്ട്. ഇപ്പം ഇന്റർവ്യൂ എന്താ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. പല എല്ലാ ഇലക്ട്രിക്കൽ കേസിലാണെങ്കിലും എല്ലാ ഇലക്ട്രോണിക്സിന്റെ കേസിലാണെങ്കിലും എല്ലാം എന്താ വളരെ വലിയൊരു ചേഞ്ച് ആണ്, വലിയൊരു മാറ്റമാണ് എന്താ PSC-യിൽ ഉണ്ടായിട്ടുള്ളത് അല്ലെ. അപ്പൊ അതില് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ എക്സാമിന്റെ ഷെഡ്യൂൾ. അതായത് ഒരു കാലത്ത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാമിലേക്ക് 2-2.5 വർഷം ഒക്കെ എടുത്തിരുന്നു. പിന്നെ എക്സാം കഴിഞ്ഞിട്ട് അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരാൻ സമയം എടുത്ത് 1.5 വർഷം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വരാൻ വീണ്ടും 1 വർഷം. അതൊക്കെ എന്ത് ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞു ഒരു വരാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ പറയുന്നത് AMVയുടെ കേസിലാണെങ്കിലും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ സിവിലിന്റെ കേസിലാണെങ്കിലും അല്ല KSEB സബ് എഞ്ചിനീയറിന്റെ കേസിലാണെങ്കിലും എല്ലാം വളരെ വലിയൊരു മാറ്റമാണ് ഇപ്പൊ PSC-യിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2023 ഇത് 2023 ഡിസംബർ 31 വരെ വിളിച്ച നോട്ടിഫിക്കേഷൻസ് ഇൻ ഇന്ത്യ ടെന്റേറ്റീവ് എക്സാം ഡേറ്റ് 2024 ജനുവരി 1 പബ്ലിഷ് ചെയ്തു. ഇതിന് മുന്നേ 2023 മാർച്ച് വരെയുള്ള എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസ്, അതുവരെ വിളിച്ച എക്സാം നോട്ടിഫിക്കേഷൻ മാർച്ചിൽ തന്നെ ഒരു ടെന്റേറ്റീവ് ഷെഡ്യൂൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ. അതിലാണ് ഈ AMV എക്സാമും അതേപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറും അതേപോലെ AP-യും KCB-യും LSTD ലോവേഴ്സ് അങ്ങനെയുള്ള പല KSEB സബ് എഞ്ചിനീയറും എല്ലാം സിവിലിന്റെ കേസിൽ പല എക്സാം ആ ഒരു ടെന്റേറ്റീവ് ഷെഡ്യൂൾ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ സെയിം പ്രൊസീജിയറാണ് ഇപ്പൊ വീണ്ടും വന്നേക്കുന്നത്. ഇന്നലെ എക്സാമിന്റെ ടൈം ടേബിൾ വന്നു അല്ലെ. 2024 പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടിട്ട് 1-ാം തീയതി തന്നെ എക്സാമിന്റെ ഷെഡ്യൂൾ വന്നു. അപ്പൊ നിങ്ങൾ ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനിയിപ്പോ എക്സാം ഡേറ്റ് വന്നില്ല എന്നുള്ള ആരും പറയാൻ നിൽക്കണ്ട. എക്സാം ഡേറ്റ് വന്നു. PSC പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളും അതിനനുസരിച്ചിട്ട് നിങ്ങളും മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇതിൽ നിങ്ങൾക്കറിയാം 2023-ലാണ് PSC പരിഷ്കാരങ്ങൾ തുടങ്ങിയിട്ടുള്ളത് അല്ലെ. അപ്പോ അതിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു പ്രസ്ഥാനം, അതായത് റിലിങ്ക്വിഷ്മെന്റ് അല്ലെ. മുന്നേന്ന് വെച്ചാൽ ഇപ്പൊ റാങ്ക് ലിസ്റ്റ് ഒരാളിപ്പം 2-3-4 റാങ്ക് ലിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ജോലി മാത്രമേ വേണ്ടി വരുള്ളൂ അല്ലെ. ഇപ്പൊ രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് ഒഴിവാക്കണമെങ്കിൽ അതിന്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അവരുടെ പിറകിലെ നടന്ന് അതൊക്കെ നമ്മുടെ മുദ്ര പേപ്പറിലൊക്കെ ഒപ്പിടിപ്പിച്ച് വാങ്ങിക്കണൊക്കെ കുറെ ഇതുണ്ടായിരുന്നു അല്ലെ, നൂലാമാലകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അതൊക്കെ ഓൺലൈനായിട്ട് സെറ്റ് ആക്കി അല്ലെ. ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് റിലിംഗ്വിഷ്മെന്റ് ഫോം. അതേപോലെ പല സേവനങ്ങളും പ്രൊഫൈൽ വഴി, അതായത് ഇപ്പൊ മാർക്ക് ഇപ്പം അറിയാണ്. ഇപ്പൊ മാർക്ക് നിങ്ങളിപ്പോ എക്സാമിന്റെ മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാവും. അതേപോലെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം എക്സാമിന്റെ ജസ്റ്റ് പേപ്പർ ക്വസ്റ്റ്യൻ ആൻസർ കീയിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. അതേപോലെ ആൻസർ ഫോട്ടോ കോപ്പി, ആൻസർ കീന്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് പുനഃപരിശോധനക്ക് അതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ നൽകാൻ വേണ്ടി പറ്റുന്നുണ്ടോ. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് നിങ്ങളിപ്പം വൺ ടൈം വെരിഫിക്കേഷൻ സമയത്തൊക്കെ പോകുമ്പോൾ, അതായത് ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ചിലപ്പോൾ ഇപ്പം +2 അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയുടെ ഒക്കെ മാർക്കിൽ അല്ലെങ്കിൽ പെർസെന്റേജിലൊക്കെ ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം വൺ ടൈം വെരിഫിക്കേഷൻ സമയത്താണ് ചേഞ്ച് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വൺ ടൈം പാസ്വേഡ് വഴി നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ വൺ ടൈം വെരിഫിക്കേഷൻ സമയത്ത് പോകുന്ന സ്ഥലത്ത് ഉദ്യോഗസ്ഥന്റെ സഹകാരം ഒന്നും ഏൽക്കേണ്ടി വരുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന് മുന്നേ തന്നെ ആ ഒരു പേഴ്സണെ ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും അല്ല. അതേപോലെ ഇപ്പൊ ചില ഡിപ്ലോമ എക്സാം മാർക്ക് അതിനൊക്കെ
ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ എന്താ അവർ സെറ്റ് ആക്കാൻ തുടങ്ങി അല്ലെ. അതായത് ഇപ്പം IT ആണ് ക്വാളിഫിക്കേഷൻ, ITക്ക് ഏതൊക്കെയാണ് ഇക്വലന്റ് ഓർ ഹയർ എന്നുള്ള രീതിയിൽ എന്താ PSC സെപ്പറേറ്റ് ആയിട്ട് ഒരു ടേബിൾ അല്ലെ സെറ്റ് ആക്കാൻ തുടങ്ങി. അപ്പൊ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഭാവിയിൽ അതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഇത് ടേബിള് തന്നെ അതിന്റെ ഉദാഹരണമല്ലേ. അപ്പൊ അങ്ങനെയുള്ള പല മാറ്റങ്ങളും എന്ത് ചെയ്യാം PSC വന്നിട്ടുണ്ട്. അതായത് ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഇതാണ്. അതായത് തത്വമില്ല അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം PSC വിജ്ഞാപനങ്ങൾ ആഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതേപോലെ നിയമന ശുപാർശ എന്ത് ഓൺലൈനായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ എന്ത് ലഭിച്ചു തുടങ്ങി അല്ലെ. പിന്നെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ വിജ്ഞാപനം ഇറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പെട്ടെന്ന്. അതായത് ഒരു റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റാങ്ക് ലിസ്റ്റിന്റെ പരിപാടി അവർ അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അപ്പൊ അങ്ങനെ ആകുമ്പം എന്താ അതെ പിന്നെ PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്താ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ 2024 എക്സാം ഡേറ്റ് വന്നു. അപ്പൊ നിങ്ങൾ എന്താ അത് വെച്ചിട്ട് പഠിച്ചു തുടങ്ങിയോണ്ട്. അതേപോലെ എക്സാം നോട്ടിഫിക്കേഷൻ അറിയി കഴിഞ്ഞാൽ 6 മാസമുള്ള എക്സാം കണ്ടക്ട് ചെയ്തു. അതിന്റെ ഷോർട്ട് ലിസ്റ്റ് 6 മാസത്തിനുള്ളിൽ വന്നു. അത് മാക്സിമം 9 മാസത്തിനുള്ളിൽ വന്നു അല്ലെ. അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് റാങ്ക് ലിസ്റ്റ് പെട്ടെന്ന് തന്നെ വന്നു. മുന്നേ ഒരു 2, 3, 4 വർഷം എടുത്തിരുന്ന കാര്യം ഇപ്പൊ എന്താ 1.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അത് ഏറ്റവും വലിയൊരു മാറ്റം തന്നെയാണ് PSC സംബന്ധിച്ചിടത്തോളം. ഓക്കെ. അപ്പോ റാങ്ക് ലിസ്റ്റുകൾ വളരെ വേഗത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ കാറ്റഗറിയിലും ഇത് തന്നെയാണ് സിറ്റുവേഷൻ. റാങ്ക് ലിസ്റ്റ് എന്താ വളരെ പെട്ടെന്ന് തന്നെ. ഓക്കെ. അപ്പോ നമുക്ക് എന്താ പുതുവർഷമാണ്. അപ്പോ നല്ലൊരു രീതിയിൽ തന്നെ നിങ്ങൾ എന്താ പഠിക്കുക. 2024 നിങ്ങൾക്ക് അതൊരു ഗോൾഡൻ ഇയർ തന്നെ ആവട്ടെ. എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നു. നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം എഫേർട്ട് എടുത്തിട്ട് പഠിക്കുക. അപ്പോ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു.